നമസ്കാരം. ഫസ്റ്റ് സ്റ്റെപ്പിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാപ്സ്യൂളിന്റെ 7ാമത്തെ ദിവസമാണ്. ഇന്നത്തെ ടോപ്പിക് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുമ്പോൾ ഒരുപാട് വ്യക്തികളുടെ പേരും അതുപോലെ വർഷങ്ങളും ഡേറ്റും ഒക്കെ പഠിക്കാനുള്ള ഒരു ഏരിയയാണ്. സോ എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ വീഡിയോ കാണുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. അപ്പോൾ നമുക്കറിയാലേ, ഇന്ത്യക്ക് വളരെ ബൃഹത്തായിട്ടുള്ള ഒരു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് ഫ്രെയിംഡ് ബൈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. നമുക്ക് എല്ലാവർക്കും അറിയാം, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ആ രൂപത്തിൽ ആക്കിയെടുത്തത്. ഇതിന് ആരുടെ ആശയമായിരുന്നു അല്ലെങ്കിൽ ആരുടെ ഐഡിയ ആയിരുന്നു? M.N. റോയാണ് ആദ്യമായി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണം എന്നൊരു ആശയം മുന്നോട്ട് വെച്ചത്. അദ്ദേഹത്തിൻ്റെ ന്യൂസ് പേപ്പറായ ഇന്ത്യൻ പാട്രിയോട്ടിലൂടെയാണ് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് ഒരുപാട് ഡേറ്റ്സും അതുപോലെ കുറേ വ്യക്തികളുടെ പേരുകളുമാണ് എപ്പോഴും ഇതിൽ നിന്ന് ചോദിക്കുന്നത്. ഇതൊന്ന് കോർഡിനേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും വളരെ ഈസി ആയിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി പറയാൻ പോകുന്ന കുറച്ച് ഡേറ്റ്സ് ആണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമുക്കൊന്ന് കോർഡിനേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന രീതിക്കാണ് ഈ ഡേറ്റ്സ്. അതായത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി സെറ്റപ്പ് ചെയ്തത് എന്നാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, അതായത് ഇതിൻ്റെ ഫോർമേഷൻ നടന്നത് 6th ഡിസംബർ 1946 6th ഡിസംബർ ആണ്. ഇത് ക്യാബിനറ്റ് മിഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വന്നത്. അപ്പോൾ ഓർക്ക് ഈ ആശയം M.N. റോയുടെ ആയിരുന്നു, എന്നാൽ ക്യാബിനറ്റ് മിഷന്റെ ഒരു റിപ്പോർട്ടോട് കൂടിയൊക്കെയാണ് ഇതിന്റെ ഫോർമേഷൻ കംപ്ലീറ്റ് ആയത്. ഇനി 6th ഡിസംബർ 1946 ഇത് സെറ്റപ്പ് ചെയ്തു എന്ന് പറഞ്ഞല്ലേ. ഇനി ഇതിന്റെ ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നത് 9th ഡിസംബർ 1946 ആണ്. അപ്പോൾ ഓർക്ക് വേറെ 3 ദിവസത്തിന് ശേഷം ഇതിന്റെ ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നു. 6ാം തീയതി ഫോർമേഷൻ നടന്നു, 9ാം തീയതി ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നു. ഇനി ഇതിനൊരു പ്രസിഡന്റ് വേണമല്ലോ, അപ്പോൾ ഒരു ഇലക്റ്റഡ് പ്രസിഡന്റ് വേണം. ആ ഒരു ഇലക്ഷൻ നടന്നത് 11th ഡിസംബറിലാണ്, 11th ഡിസംബർ 1946. പിന്നെ 2 ദിവസം കൂടെ കഴിഞ്ഞു. 2 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ എന്താ, നമ്മുടെ ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ പ്രസന്റ് ചെയ്തു. എന്തായിരുന്നു ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ? ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ നിന്നാണ് നമ്മുടെ പ്രിയാമ്പിൾ ഫോം ചെയ്യുന്നത്. നമ്മൾ പ്രിയാമ്പിൾ പഠിച്ചപ്പോൾ പറഞ്ഞല്ലേ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, അത് 13th ഡിസംബർ ആണ്. അപ്പോൾ ഈ ഡേറ്റ്സ് തമ്മിലുള്ള ഒരു ബന്ധം കണ്ടോ? സെറ്റപ്പ് ചെയ്തത് 6th ഡിസംബർ, ഫസ്റ്റ് മീറ്റിംഗ് 9th ഡിസംബർ, ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് 11th ഡിസംബർ ആൻഡ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ വാസ് പ്രസന്റഡ് ഓൺ 13th ഡിസംബർ. അപ്പോൾ ഓർക്കുക, 6, 9, 11, 13 എല്ലാം ഡിസംബർ 1946. ഈ 4 ഡേറ്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളെ കുറിച്ച് പഠിക്കാം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഫസ്റ്റ് പേഴ്സൺ ഹു അഡ്രസ്ഡ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ JB കൃപലാനിയാണ്. പിന്നെ നമ്മൾ പറഞ്ഞല്ലേ, അപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി 6ാം തീയതി ഫോർമേഷൻ ഒക്കെ നടന്നു, 9th അതിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് നടക്കുക. അപ്പോൾ ഈ 9th ഡിസംബർ 1946 ഫസ്റ്റ് മീറ്റിംഗ് നടന്നപ്പോൾ ഒരു ടെമ്പററി ചെയർമാനെ ചൂസ് ചെയ്തു. അതായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഈ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി മെമ്പേഴ്സിൽ ഏറ്റവും മുതിർന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ടെമ്പററി ചെയർമാനായി ചൂസ് ചെയ്തത്. എന്നാൽ നമുക്കൊരു ഇലക്റ്റഡ് പ്രസിഡന്റ് വേണം അല്ലേ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക്. അപ്പോൾ ഈ പെർമനന്റ് പ്രസിഡന്റിനെ ചൂസ് ചെയ്തത് അല്ലെങ്കിൽ ഇലക്ട് ചെയ്തത് 11th ഡിസംബറിലാണ്. ആരെയാണ് സെലക്ട് ചെയ്തത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ് ഇലക്റ്റഡ് പെർമനന്റ് പ്രസിഡന്റ് ആയിട്ട് ചൂസ് ചെയ്തത്. അത് ഓർക്കുക, പെർമനന്റ് പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇനി അതോടൊപ്പം തന്നെ പഠിക്കുക, വൈസ് പ്രസിഡന്റ് ആയിരുന്നത് HC മുഖർജി, അതുപോലെ VT കൃഷ്ണമാചാരി. സെക്രട്ടറി ആയിരുന്നത് HVR അയ്യങ്കാർ. ഈ കാര്യങ്ങളും കൂടെ ഒന്ന് ഓർക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ BN റാവു ആണ്. അപ്പോൾ ഈ BN റാവുവും M.N. റോയും തമ്മിൽ മാറിപ്പോവരുത്. M.N. റോയ് ആരാണ്? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയായിരുന്നു M.N. റോയ്. ഇതാരാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിലാണ് BN. റാവു. ഈ 2 കാര്യങ്ങളും മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. എനിക്ക് മാറിപ്പോവാറുണ്ട്, അതുകൊണ്ടാണ്.
അപ്പോൾ ഇത്രയും പേരുകൾ ഓർത്തു വയ്ക്കുക. അതുപോലെ ദിവസങ്ങൾ ഒന്നുകൂടെ പറയുവാണ്: 6, 9, 11, 13 ഡിസംബർ 1946. ഇതൊന്ന് കോർഡിനേറ്റ് ചെയ്ത് പഠിക്കുക. ഒപ്പം ഈ വ്യക്തികളുടെ പേരുകളും ഓർത്തു വെക്കുക. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് കുറെ നമ്പേഴ്സ് ആണ്. ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ നമ്പർ എല്ലാം ഓർത്തു വെക്കുക. ഇടയ്ക്കൊക്കെ ഡിഗ്രി ലെവൽ എക്സാംസിന് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 389 ആയിരുന്നു, 389. ഇതിൽ 292 മെമ്പേഴ്സ് പ്രൊവിൻസസ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നായിരുന്നു. 4 പേര് ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസിൽ നിന്നും 93 പേര് ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്നുമായിരുന്നു. അപ്പോൾ ഓർക്കുക, പ്രൊവിൻസസ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് 292 പേര്, 292. ഇനി ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസിൽ നിന്ന് 4 പേര്, ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്ന് 93. ഇതിൽ ടോട്ടൽ ഇലക്റ്റഡ് മെമ്പേഴ്സ് എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഓർക്കുക, ഈ പ്രൊവിൻസസ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യയും ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസും ഇലക്റ്റഡ് മെമ്പേഴ്സാണ്. അതായത് 292 + 4 ടോട്ടൽ 296 ഇലക്റ്റഡ് മെമ്പേഴ്സാണ്. എന്നാൽ ശ്രദ്ധിക്കണം, കാരണം PSCയുടെ ആൻസർ കീ പ്രകാരം ചിലപ്പോൾ 292 എന്ന് മാത്രമേ വരാറുള്ളൂ. എന്നാൽ ഈ 4ഉം കൂടെ ശരിക്കും ഇലക്റ്റഡ് മെമ്പേഴ്സ് ആണ്. എന്നാലും ഓപ്ഷനിൽ 296 ഇല്ല, പകരം 292 ആണെങ്കിൽ 292 കുത്താവുള്ളൂ. ഇനി പാർട്ടീഷൻ സംഭവിച്ചല്ലോ, ഇന്ത്യ പാക് വിഭജനം നടന്നു. അപ്പോൾ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി 299 ആയിട്ട് കുറഞ്ഞു. ആദ്യം എത്രയായിരുന്നു? 389 ആയിരുന്നു. പാർട്ടീഷൻ കഴിഞ്ഞപ്പോൾ 299 ആയി. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ എവിടെ നിന്നൊക്കെയാണ് വന്നതെന്ന്. ഇനി ടോട്ടൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ എത്ര വുമൺ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു? 17 വുമൺ മെമ്പേഴ്സ്. ഈ 17 എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. 17 വുമൺ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ 17 വരുന്ന വേറൊരു കാര്യമാണ് മലയാളി മെമ്പേഴ്സ്. ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ടോട്ടൽ മലയാളി മെമ്പേഴ്സും 17 ആയിരുന്നു. അപ്പോൾ ഓർക്കുക, വുമൺ മെമ്പേഴ്സും 17 ആണ്, അതുപോലെ മലയാളി മെമ്പേഴ്സും 17 ആണ്. ഇനി നമ്മുടെ കേരളത്തിൽ നിന്ന് എത്ര വനിതാ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു? 3 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ആരൊക്കെയാണ്? ആനി മസ്ക്രിൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഈ 3 പേരാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന മലയാളി വനിതകൾ. അപ്പോൾ നമുക്ക് ഈ നമ്പേഴ്സൊക്കെ ഒന്നുകൂടി പറയാം. ടോട്ടൽ മെമ്പേഴ്സ് 389 ആയിരുന്നു, 398. പ്രൊവിൻസസ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് 292ഉം ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസിൽ നിന്ന് 4, ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്ന് 93. അപ്പോൾ ടോട്ടൽ ഇലക്റ്റഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഈ 292 + 4 296 ആയിരുന്നു. എന്നാൽ ഇന്ത്യ പാക് വിഭജനം സംഭവിച്ചപ്പോൾ ടോട്ടൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി മെമ്പേഴ്സ് എന്ന് പറയുന്നത് 299 ആയിട്ട് കുറഞ്ഞു. ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ടോട്ടൽ 17 വനിതാ പ്രതിനിധികളായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള മെമ്പേഴ്സും 17 ആയിരുന്നു. ഇതിൽ 3 പേര് വനിതാ പ്രതിനിധികളായിരുന്നു. കേരളത്തിൽ നിന്നുള്ള 3 വനിതാ പ്രതിനിധികൾ ആരൊക്കെയായിരുന്നു? ആനി മസ്ക്രിൻ, ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ. അങ്ങനെ 3 പേരാണ് ഉണ്ടായിരുന്നത്. ഇതെല്ലാം ഒന്ന് ഓർത്ത് വെക്കുക. നമ്പേഴ്സൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് വീണ്ടും കുറച്ച് ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് പഠിക്കാം. അപ്പോൾ നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഉണ്ടല്ലോ, നമ്മുടെ ത്രിവർണ്ണ പതാക അഡോപ്റ്റ് ചെയ്തത് എന്നാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ജൂലൈ 22, 1947 ആണ്. ജൂലൈ 22, 1947. ഇനി നമ്മുടെ നാഷണൽ ആന്തം അല്ലെങ്കിൽ അതുപോലെ നാഷണൽ സോങ്, ഇത് രണ്ടും അഡോപ്റ്റ് ചെയ്തത് ജനുവരി 24, 1950 നമ്മുടെ നാഷണൽ ആന്തം എന്താ? ജനഗണമന. നമ്മുടെ നാഷണൽ സോങ് എന്താണ്? വന്ദേ മാതരം. ഇത് രണ്ടും അഡോപ്റ്റ് ചെയ്തത് ജനുവരി 24, 1950. അപ്പോൾ വർഷം കൂടെ ഓർക്കുക. നാഷണൽ ഫ്ലാഗ് വന്നത് 1947 അഡോപ്റ്റ് ചെയ്തത് ജൂലൈ 22. നാഷണൽ ആന്തവും നാഷണൽ സോങ്ങും എപ്പോഴായിരുന്നു? ജനുവരി 24, 1950. ഇനി നമ്മുടെ നാഷണൽ എംബ്ലം എന്നാണ് അഡോപ്റ്റ് ചെയ്തത്? ജനുവരി 26, 1950. അതായത് നാഷണൽ ആന്തവും നാഷണൽ സോങ്ങും ജനുവരി 24, 1950 നാഷണൽ എംബ്ലം ജനുവരി 26, 1950 2 ദിവസം കഴിഞ്ഞാണ്. ഇനി നമ്മുടെ നാഷണൽ കലണ്ടർ, അതായത് ശകവർഷം, ആ നാഷണൽ കലണ്ടർ അഡോപ്റ്റ് ചെയ്തത് മാർച്ച് 22, 1957 മാർച്ച് 22, 1957.
അപ്പോൾ ഇത്രയും ഡേറ്റ്സ് ഓർക്കുക. നാഷണൽ ഫ്ലാഗ് July 22, 1947, നാഷണൽ ആന്തം ആൻഡ് നാഷണൽ സോങ് January 24, 1950, നാഷണൽ എംബ്ലം January 26, 1950, ആൻഡ് നാഷണൽ calendar March 22, 1957. Okay, now Constitution of India was adopted by the Constituent Assembly on November 26, 1949. അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്ത ദിവസം November 26, 1949 ആണ്. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ബീയിങ് ഓൺ January 26, 1950. January 26, 1950 മുതലാണ് ഒഫീഷ്യലി നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രാബല്യത്തിൽ വരുന്നത്. എന്നാൽ ഇത് അഡോപ്റ്റ് ചെയ്ത ദിവസം ചോദിക്കുകയാണെങ്കിൽ November 26, 1949 ആണ്. ഒന്ന് 1949ഉം മറ്റേത് 1950യുമാണ്. ആ രണ്ട് ഡേറ്റ്സും ഓർക്കുക. November 26, 1949 അഡോപ്റ്റ് ചെയ്തു. January 26, 1950 കെയിം ഇൻ ടു ബീയിങ്. അന്ന് മുതൽ അത് നിലവിൽ വന്നു. ഇനി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുമ്പോൾ നമ്മൾ പറയാത്ത എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ ആരാണ്? നമ്മുടെ ഡോക്ടർ B.R. അംബേദ്കർ അല്ലേ. ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ പഠിച്ചായിരുന്നല്ലേ, പ്രിയാമ്പിളിന്റെ ആർക്കിടെക്ട് ആരാണ്? ജവഹർലാൽ നെഹ്റു. എന്നാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർക്കിടെക്ട് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് B.R. അംബേദ്കർ. B.R. അംബേദ്കറിനെ റിലേറ്റ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് കേരള PSC ചോദിക്കാറുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ റെസ്റ്റിംഗ് പ്ലേസ് ആണ് ചൈത്രഭൂമിയാണ്. ഡോക്ടർ B.R. അംബേദ്കറിന്റെ റെസ്റ്റിംഗ് പ്ലേസ്, അത് എപ്പോഴും ചോദിക്കാറുണ്ട്. അതുപോലെ പാർട്ടി, അദ്ദേഹം ഫൗണ്ട് ചെയ്ത പാർട്ടി ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടിയാണ്. 1930 ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി. ഇനി ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷനും ഇദ്ദേഹമാണ് ഫോം ചെയ്തത് 1942. അപ്പം ഇത്രയും കാര്യങ്ങൾ ഉറപ്പായും നമ്മുടെ B.R. അംബേദ്കറിനെ കുറിച്ച് ഓർക്കണം. അദ്ദേഹം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു. ഇത്രയും കാര്യങ്ങൾ ഡോക്ടർ B.R. അംബേദ്കറിനെ കുറിച്ച് ഓർക്കണം. നമ്മൾ സ്ലൈഡിൽ കൊടുത്തിട്ടില്ല, എന്നാലും ഈ കാര്യങ്ങളൊക്കെ ഓർക്കണം. ചൈത്രഭൂമി ഓർക്കണം. പാർട്ടി ഏതാണ്? ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി, അത് ഓർക്കണം. അതുപോലെ ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ ഫൗണ്ട് ചെയ്തതും ഡോക്ടർ B.R. അംബേദ്കർ ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അദ്ദേഹമായിരുന്നു. ഇത്രയും കാര്യങ്ങൾ ഓർക്കണം. ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കപ്പെട്ടപ്പോൾ എത്ര ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു? 395 ആർട്ടിക്കിളേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ 8 ഷെഡ്യൂളും 22 പാർട്സുമാണ് ഉണ്ടായിരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായ സമയത്ത്. എന്നാൽ ഇപ്പോൾ പ്രസന്റ്ലി നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് ഇപ്പോൾ പലയിടത്തും പലതാ കാണുന്നത്. നമ്മളിപ്പോൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ 470 ആണ് കാണുന്നത്. അതുപോലെ PSC റാങ്ക് ഫയൽസിലൊക്കെ കാണുന്നത് 465 ആണ്. എന്നാൽ ചില PSCയുടെ ആൻസർ കേസിൽ കണ്ടത് 445, അങ്ങനെ പലതും കാണുന്നുണ്ട്. എന്തായാലും 465 എബോ ആയിട്ടുണ്ട് ഇപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ 465 എന്ന് കൊടുത്തത്. അതുപോലെ ഇപ്പോൾ എത്ര ഷെഡ്യൂൾ ഉണ്ട്? 12 ഷെഡ്യൂൾ ഉണ്ട്. അതുപോലെ എത്ര പാർട്സ് ഉണ്ട്? 25 പാർട്സ് ഉണ്ട്. അപ്പോൾ ഓർക്കുക, കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്ത ടൈമിൽ 395 ആർട്ടിക്കിൾസ്, 8 ഷെഡ്യൂൾസ് ആൻഡ് 22 പാർട്സ്. ഇപ്പോൾ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് എബോ 465 ആണ്. അതുപോലെ ഷെഡ്യൂൾസ് 12ഉം പാർട്ട് 25ഉമാണ്. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. അങ്ങനെ നമ്മൾ വളരെ ക്രിസ്പായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ. ഇനിയും കുറേ കാര്യങ്ങളുണ്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ റിലേറ്റ് ചെയ്തിട്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും റിപ്പീറ്റഡ് ആയിട്ടും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്